ഇന്ന് നമുക്ക് പച്ചമാങ്ങ കൊണ്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ചമ്മന്തി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 5-6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം. അതിനുശേഷം അതിലേക്ക് ഒരു 6-7 ചെറിയുള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മുളക് കരിഞ്ഞ് പോവാതെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. ഏകദേശം ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുകയും വേണം, ഇല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതേപോലെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യണം. എന്നിട്ട് ഈ ഒരു ഉള്ളിയുടെയും പിന്നെ വറ്റൽമുളകിൻ്റെ ഒക്കെ ഒരു കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ ഒന്ന് കളറ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക്, നമ്മൾ ചമ്മന്തിയെല്ലാം പൊടിച്ചെടുക്കുന്ന ആ ഒരു ജാറിലേക്ക് നമുക്കൊരു മാങ്ങയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങയുടെ ഒരു സൈഡ് അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള മാങ്ങയാണ്. അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വറ്റൽമുളകും ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഓവറായി പോകരുത്, അപ്പോൾ ഇഞ്ചിയുടെ കുത്ത് വരും. അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ഒരല്ലി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഇതൊക്കെ മാങ്ങ ഇതൊക്കെ ഈ ഒരു പരുവത്തിൽ ജസ്റ്റ് എന്താക്കണം, നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ഞാൻ ഈ ഒരു അളവിന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്നും കൂടി അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഒരുപാട് അങ്ങ് അരിഞ്ഞ് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണ്ട. ചെറിയൊരു തരിതരിപ്പോട് കൂടിയാണ് നമുക്ക് ഈ ഒരു ചമ്മന്തി വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതുപോലെ ഉണ്ടായിരിക്കണം നമ്മൾ ചമ്മന്തി അരച്ചെടുത്തത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.